ഓക്കെ, അപ്പം നമ്മളിപ്പം സൂര്യയുടെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനെ നമ്മൾ ആദ്യം ബിങ്ങിൽ വെരിഫൈ ചെയ്യാനാണ് പോകുന്നത്. ബിങ് നമുക്കറിയാം ഗൂഗിൾ പോലെ വേറൊരു സെർച്ച് എഞ്ചിനാണ് ബിങ്. അപ്പോൾ നമ്മളെ ബ്ലോഗിനെ ബിങ്ങിനകത്ത് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ബിങ് സെർച്ച് കൺസോൾ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിങ്ങിനകത്ത് നമ്മളെ വെബ് പേജസ് വിസിബിൾ ആകും. വലിയ ഗുണമൊന്നുമില്ല, എന്നാൽ ഇതൊരു നമ്മൾ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബിങ് സെർച്ച് കൺസോൾ. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വെബ്സൈറ്റ് ബിങ്ങിൽ SEO ചെയ്യാൻ അറിയാമോ, ബിങ്ങിൽ വെരിഫൈ ചെയ്യാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം നമുക്കൊരു ചമ്മലുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സൂര്യ ചെയ്യേണ്ടത് ലെഫ്റ്റ് മെനുവിൽ വ്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷനാണ്. താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെ ലെഫ്റ്റ് മെനുവിൽ ഏറ്റവും താഴെ വ്യൂ ബ്ലോഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്ലോഗ് ഓപ്പൺ ആവുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ബ്ലോഗ്. നമ്മൾ ഇന്നലെ പബ്ലിഷ് ചെയ്ത് അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യാനൊക്കെ ഇന്നലെ സബ്മിറ്റ് ചെയ്തായിരുന്നു. പുതിയ ടാബ് എടുത്തിട്ട് ഇതിൻ്റെ URL ഒന്ന് കോപ്പി ചെയ്തെടുത്തോ. നമ്മൾ ഈ ബ്ലോഗിനെയാണ് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോണത്. അതിൻ്റെ URL കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് പുതിയ ടാബ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിളിൽ ബിങ് സെർച്ച് കൺസോൾ എന്നോ ബിങ് വെബ് മാസ്റ്റർ ടൂൾസ് എന്നോ സെർച്ച് ചെയ്താൽ മതി. ബിങ് സെർച്ച് കൺസോൾ ഓർ ബിങ് വെബ് മാസ്റ്റർ ടൂൾസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബിങ് വെബ് മാസ്റ്റർ ടൂൾസ് എന്നുള്ള ലിങ്ക് കിട്ടും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. നേരത്തെ ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് പോലെ തന്നെ ബിങ്ങിൻ്റെയും പേര് ബിങ് വെബ് മാസ്റ്റർ ടൂൾസ് എന്ന് തന്നെയായിരുന്നു. ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് മാറ്റിയപ്പോൾ ബിങ്ങും മാറ്റി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. കാണില്ലല്ലോ. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാം. അതാണ് ബെറ്റർ. നമുക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാം. അപ്പോൾ Gmail ID സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കേണ്ടി വരും. നമ്മൾ Gmail ID കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ Gmail ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാം. ഇവിടെ നിൽക്കുന്നത് നമ്മൾ ബിങ്ങിൻ്റെ വെബ് മാസ്റ്റർ ടൂൾസിനകത്താണ്, അഥവാ ബിങ് സെർച്ച് കൺസോളിനകത്ത് നമ്മളിപ്പോൾ എത്തിക്കണേ. അവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളിൽ നിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം ട്രൈ ചെയ്യുക. അവിടെ ആഡ് യുവർ സൈറ്റ് മാനുവലി എന്നുള്ള കൊടുക്കുന്നിടത്ത് നമ്മൾ URL പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് വെരിഫൈ ചെയ്യാനുള്ള നമ്മളെ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗാണ് ആദ്യം നമ്മൾ വെരിഫൈ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ബട്ടൺ കൊടുക്കുക. ആഡ് ബട്ടൺ കൊടുക്കുമ്പോഴത്തേക്ക് വെരിഫിക്കേഷൻ മെത്തേഡുകളായിട്ട് 3 മെത്തേഡുകളാണ് ബിങ് കാണിക്കുക. ഒന്ന് XML ഫയൽ അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡ്. ഒരു XML ഫയൽ നമുക്ക് തരും, അതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡാണ് അവിടെ തരുന്നത്. അപ്പോൾ നമുക്ക് ആ മെത്തേഡ് ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് നമ്മളുടെ ഒരു ബ്ലോഗാണ്, വെബ്സൈറ്റ് അല്ല. നമുക്ക് റൂട്ട് ഡയറക്ടറിയിലോട്ടൊന്നും ആക്സസ് ഇല്ല. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഈ ഒരു XML ഫയൽ ഡൗൺലോഡ് ചെയ്താലും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. മെറ്റാ ടാഗ് മെത്തേഡാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക. HTML മെറ്റാ ടാഗ് മെത്തേഡ് സെലക്ട് ചെയ്യുക. ആ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ നമ്മളെ ബ്ലോഗറിലേക്ക് പോവുക. ബ്ലോഗർ തൊട്ട് മുമ്പിലത്തെ ടാബ് അത് തന്നെ. അവിടെ ലെഫ്റ്റ് സൈഡിൽ തീം എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. തീം ക്ലിക്ക് ചെയ്യുക. കസ്റ്റമൈസ് തീമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആരോ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് HTML എടുക്കുക. സൂര്യദാസ് എക്സ്പെർട്ടായി. അവിടെ നമ്മൾ കണ്ടോ, മെറ്റാ ടാഗ് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം സ്പേസ് ഉണ്ട് അവിടെ. 8 എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തോ, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് കൊടുത്തോ, ഒരു എൻ്റർ കൂടെ കൊടുത്തോ, കാരണം ആ ടാഗ് മാനേജറിൻ്റെ ടാഗും കൂടെ. ഇനി റൈറ്റ് സൈഡിൽ കണ്ടോ, മുകളിൽ സേവ് ബട്ടൺ ഉണ്ടാകും. സേവ് കൊടുക്കുക. അപ്പോൾ അത് സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസസ്സിങ് സേവ് അപ്ഡേറ്റ് സക്സസ്ഫുൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബിങ്ങിനകത്ത് വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മെറ്റാ ടാഗ് കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെരിഫൈ ബട്ടൺ കൊടുക്കണം. അപ്പം ബിങ്ങിനകത്ത് എത്ര വെരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വെരിഫിക്കേഷൻ മെത്തേഡാണുള്ളത്. XML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ്, മെറ്റാ ടാഗ് മെത്തേഡ്, പിന്നെ മൂന്നാമത് കിടക്കുന്നത് നമ്മളെ DNS ഡാറ്റ റെക്കോർഡ് ആഡ് ചെയ്യുന്ന മെത്തേഡാണ്. ആഡ് CNAME ഓർ റെക്കോർഡ് ടു DNS ഡാറ്റ. അപ്പോൾ നമ്മൾ അത് വെരിഫൈ ബട്ടൺ കൊടുത്തില്ലേ, ആദ്യം കൊടുത്തപ്പോൾ ഫെയിലായ എന്ത് പറ്റിയതാ, ഒരിക്കൽ കൂടെ കൊടുത്തേ. മുകളിലത്തെ ബട്ടണിലാണോ കൊടുത്തേ? വെയിറ്റ് ചെയ്താൽ അപ്പോൾ വെരിഫൈ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞൊരു പ്രോംപ്റ്റ് വരും. അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഡൺ കൊടുക്കുക. അപ്പം ഗൂഗിളിനകത്ത് നമുക്ക് 5 വെരിഫിക്കേഷൻ മെത്തേഡ് ഉണ്ട്.
ഇതിനകത്ത് 3 വെരിഫിക്കേഷൻ മെത്തേഡാണുള്ളത്. XML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ് ഉള്ളത് ഇതിനകത്താണ്. മെറ്റാ ടാഗ് രണ്ടിലുള്ളതുപോലെ തന്നെ ഇവിടെയും DNS ഡാറ്റ റെക്കോർഡ് ആഡ് ചെയ്യുന്ന മെത്തേഡ്. DNS ഡാറ്റ റെക്കോർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സംശയം ഉണ്ടാവേണ്ട. നമ്മൾ ഡൊമൈൻ എടുത്തേക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് surya.com എന്നുള്ള വെബ്സൈറ്റാണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ പോകണമെങ്കിൽ surya.com എടുത്തേക്കുന്നത് ഗോഡാഡി എന്നാണെന്ന് വെച്ചോ. അപ്പോൾ ഗോഡാഡിയുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. ഗോഡാഡിയുടെ യൂസർ നെയിം പാസ്വേഡും വെച്ച് ഗോഡാഡി അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ, അല്ലെങ്കിൽ ഡൊമൈൻ നെയിം പ്രൊവൈഡറിൻ്റെ അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്ത് കയറുമ്പോൾ അതിനകത്ത് DNS ഡാറ്റ റെക്കോർഡ് ആഡ് ചെയ്യണം. DNS സെറ്റിംഗ്സ് എന്നുള്ള സ്ഥലം ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഗൂഗിളിൽ നിന്ന് തരുന്ന DNS ഡാറ്റ അല്ലെങ്കിൽ ബിങ്ങിൽ നിന്ന് തരുന്ന DNS ഡാറ്റേനെ കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഒരു ഡാറ്റ റെക്കോർഡായിട്ട് ആഡ് ചെയ്ത് സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് ഡാഷ്ബോർഡ് എത്തിയ സ്ഥിതിക്ക് ആ നടുക്ക് കാണുന്നില്ല URL സബ്മിഷൻ എന്നുള്ള ബട്ടൺ കണ്ടോ? URL സബ്മിഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലോഗിൻ്റെ മെയിൻ അവിടെ സബ്മിറ്റ് URL എന്നുള്ള ബട്ടൺ റൈറ്റ് സൈഡിലുണ്ട്. വീണ്ടും റൈറ്റ് സൈഡിലുണ്ടാവും, ഏറ്റവും താഴെ ഉണ്ടാവും. അവിടെ നിന്നല്ല റൈറ്റ് സൈഡിൽ നോ സബ്മിറ്റ് URL എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ മെയിൻ ബ്ലോഗിൻ്റെ URL കോപ്പി പേസ്റ്റ് ചെയ്യുക. തൊട്ട് മുമ്പിലത്തെ ടാബ് എടുത്തിട്ട് ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തേ. അത് തന്നെ. അതല്ല ബ്ലോഗ്, അത് ബ്ലോഗറാണ്. ബ്ലോഗ് ആ അഡ്രസ്സ് കോപ്പി ചെയ്തേ. കോപ്പി എന്നിട്ട് തിരിച്ച് വന്നിട്ട് അവിടെ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഒരു എൻ്റർ കൊടുക്കുക. നിൽക്കി എൻ്റർ കൊടുത്തേ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ലൈനായിട്ട് താഴെ നമുക്ക് URLs ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ബ്ലോഗിലേക്ക് തിരിച്ചു വന്നേ. അവിടെ എന്നിട്ട് വാട്ട് ഈസ് സെർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ കിടക്കണില്ലേ, അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തേ. എന്നിട്ട് കോപ്പി ലിങ്ക് കൊടുത്ത് ഇനി ആ URL കോപ്പി ചെയ്താലും മതി. മുകളിലുള്ള URL കോപ്പി എടുത്താലും മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എടുക്കുന്നതിനേക്കാളും അവിടെ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, കുഴപ്പമില്ല. ഒരു പോസ്റ്റല്ലേ ഉള്ളൂ, വേറെ പോസ്റ്റ് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ലൈനിൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് എന്നിട്ട് എന്ത് കൊടുക്കുക? സബ്മിറ്റ് കൊടുക്കുക. അപ്പം നമ്മളെ URLs സബ്മിറ്റ് ആകും. ഇവിടെ ഒരു 24 hours-നുള്ളിൽ 100 URLs ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള കോട്ടയൊക്കെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സൈറ്റ് മാപ്സ് എന്നുണ്ടാവും. സൈറ്റ് മാപ്സ് എന്നിട്ട് സബ്മിറ്റ് സൈറ്റ് മാപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെ ബ്ലോഗിൽ പോയിട്ട് സൈറ്റ് മാപ്പ് ഓപ്പൺ ആക്കാൻ അറിയാമല്ലോ. ബ്ലോഗിൽ പോയി ഏറ്റവും മുകളിൽ സൂര്യദാസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലോഗ് അഡ്രസ്സിൻ്റെ കൂടെ /sitemaps.xml എന്ന് അടിക്കുക. അണ്ടു കൺട്രോൾ സെറ്റ് നോ കൺട്രോൾ സെറ്റ് അടിച്ചേ. കൺട്രോൾസിൽ ഒരിക്കൽ കൂടെ അടിച്ചേ. ഒരിക്കൽ കൂടെ ഇനി .com അവിടെ നോക്കണം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സ്ഥലത്ത് നോക്കണം. .com കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യണം. ഇനി സ്ലാഷ് അടിക്കണം. ടൈപ്പ് ചെയ്തോ /sitemaps.xml എന്നടിക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഇനി സൈറ്റ് മാപ്പ് എന്നിട്ട് ആ URL കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ ബിങ്ങിനകത്ത് വന്നിട്ട് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഫുൾ URL എടുക്കണം. ഗൂഗിളിനകത്താകുമ്പോൾ sitemaps.xml ഫയൽ മാത്രം എടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്തോ. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി സൂര്യദാസ് പുതിയ ടാബ് എടുത്തിട്ട് വേർഡ്പ്രസ് ബ്ലോഗ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ചോ. ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, ചായ കുടിച്ചിട്ട് പോരാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് താനും ജോയിൻ ചെയ്യോ. ഇത് കഴിഞ്ഞാൽ തൻ്റെ വെരിഫൈ ചെയ്യാം. തൻ്റെ കണ്ടൻ്റൊക്കെ റെഡി ആയിരിക്കല്ലേ. ബ്ലോഗ് റെഡിയായി. രണ്ടും റെഡിയാണ്. evolution എന്നുള്ള ഏരിയയിലേക്ക്
സൂര്യ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ വേർഡ്പ്രസ് ബ്ലോഗിനെ വെരിഫൈ ചെയ്യാനാണ് പോണത്. വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കാം. ഇവിടെ നോക്കണം കേട്ടോ. സൂര്യ ഇത് കൊടുത്ത് സൂര്യ ദാസ് ബി ഡോട്ട് വേർഡ്പ്രസ് ഡോട്ട് കോം അത് തന്നെ കോപ്പി ചെയ്തെടുത്തോ. എന്നിട്ട് പുതിയ ടാബ് എടുത്തിട്ട് പുതിയ ടാബിനകത്ത് വയ്ക്കും. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്തോ. എൻ്റർ കൊടുത്തേ. നമ്മൾ വേർഡ്പ്രസ് ബ്ലോഗിനാണല്ലോ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോണത്. വേർഡ്പ്രസ് ബ്ലോഗ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ യു ആർ എൽ ഒന്ന് കോരിക്കൂടെ കോപ്പി ചെയ്തെടുത്തേ. ആ പ്രിഫിക്സ് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിങ്ങിൻ്റെ ടാബ് എടുക്കണം. ബിങ്ങിൻ്റെ ടാബിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിനകത്താണ്. അവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ് കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് എ സൈറ്റ് കൊടുക്കുക. കറക്റ്റ്. എന്നിട്ട് ആഡ് യു ആർ എൽ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡിലേക്ക് എത്തും. വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡിലേക്ക് എത്തും. അപ്പം നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ വെരിഫൈ ചെയ്യാനായിട്ട് 3 മെത്തേഡുകൾ ഉണ്ടെങ്കിൽ ഇത് ഒരെണ്ണേ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ആ മെറ്റാ ടാഗ് മെത്തേഡ് അത് കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എടുത്ത് വെച്ചിട്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ, ലെഫ്റ്റ് അറ്റത്തുള്ള അവിടെ തന്നെ എന്നിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെറ്റിംഗ്സിന് തൊട്ട് മുകളിൽ ടൂൾസ് ഉണ്ടാവും. അവിടെ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാഫിക് ഓപ്ഷൻ എടുക്കുക. താഴോട്ട് വരുമ്പോൾ സൈറ്റ് വെരിഫിക്കേഷൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ സൂര്യ? അവിടെ നിന്ന് സൗണ്ട് കേൾക്കണുണ്ട്. സൗണ്ട് എനിക്ക് കേൾക്കണം മാത്രമല്ല വീഡിയോയ്ക്കകത്ത് അത് റെക്കോർഡായി വരും. താഴോട്ട് വരുമ്പോഴത്തേക്ക് സൈറ്റ് വെരിഫിക്കേഷൻ സർവീസ് എന്ന് കാണിക്കുന്നുണ്ടാവും. അവിടെ കണ്ടോ ഗൂഗിളിൻ്റെ മെറ്റാടാഗ് ആഡ് ചെയ്തതിൻ്റെ താഴെയായിട്ട് ബിങ്ങിൻ്റെ മെറ്റാടാഗ് ആഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്. അവിടെ പേസ്റ്റ് ചെയ്യുക. കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ സേവ് സെറ്റിംഗ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടാകും. കുറച്ച് ശകലം മുകളിലോട്ട് പോയാൽ മതി. അവിടെ സേവ് കുറച്ചുകൂടെ ശകലം കൂടെ. അവിടെ സേവ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബിങ്ങിനകത്തേക്ക് വരിക. ബിങ്ങിനകത്ത് വന്നിട്ട് നമ്മൾ മെറ്റാടാഗ് ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത് ആ മെത്തേഡിൻ്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം അത് വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അതിൻ്റെ മെറ്റാടാഗൊക്കെ വെബ്സൈറ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് മെസ്സേജ് വരും. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയ വ്യത്യാസമാണ്. നേരത്തെ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിലാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി നിന്നിട്ട് നമ്മൾ വേറൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ഒരു ഫീച്ചറുണ്ട്. ഇവിടെ അങ്ങനെ പോകാറില്ല. ബിങ്ങിന് ആ സാങ്കേതിക വിദ്യ അറിഞ്ഞൂടാ. അപ്പം തൊട്ട് മുകളിൽ ഇപ്പോൾ നമ്മൾ സ്റ്റിൽ ബ്ലോഗ്സ്പോട്ട് ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. അവിടെ ആ പ്രോപ്പർട്ടി മാറ്റി കൊടുക്കണം. ഏറ്റവും മുകളിൽ പോയിട്ട് ബ്ലോഗ്സ്പോട്ട് ബ്ലോഗ് മാറ്റി വേർഡ്പ്രസ് ആക്കണം. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് സൈറ്റ്. എന്നിട്ട് ഹോമിൽ ക്ലിക്ക് ചെയ്തേ. ഹോമിൽ അവിടെ സബ്മിറ്റ് യു ആർ എൽ സബ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലോഗിലോട്ട് നമ്മൾ വേർഡ്പ്രസ് ബ്ലോഗ് നമ്മൾ തൊട്ടടുത്ത ടാബിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അതിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. യു ആർ എൽ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. സെലക്ട് ആയിരിപ്പുണ്ട്. കോപ്പി ചെയ്താൽ മാത്രം മതി. സെലക്ട് ആയിരിപ്പുണ്ടായിരുന്നു. കോപ്പി. ബിങ്ങിലോട്ട് വരിക. എന്നിട്ട് സബ്മിറ്റ് യു ആർ എൽ ബട്ടൺ കണ്ടോ റൈറ്റ് സൈഡിൽ കോർണറിൽ? അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യു ആർ എൽ പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കൊടുത്തേ. എന്നിട്ട് വീണ്ടും ബ്ലോഗിലേക്ക് വന്നിട്ട് താഴോട്ട് വരുമ്പം അതിന് ഇൻട്രൊഡക്ഷൻ ടു ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് കാണിക്കില്ലേ? അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ യു ആർ എൽ മുകളിൽ നിന്ന് കോപ്പി ചെയ്തെടുക്കണം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോപ്പി യു ആർ എൽ കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. കുഴപ്പമില്ല. കോപ്പി ചെയ്തോ. കോപ്പി ബിങ്ങിനകത്തോട്ട് വരിക. താഴെ അതിൻ്റെ തൊട്ട് താഴത്തെ ലൈനിനകത്ത് പേസ്റ്റ് കൊടുക്കുക. ഓരോ ലൈനിൽ ഓരോ യു ആർ എൽ വെച്ച് പേസ്റ്റ് ചെയ്യാവും. എൻ്റർ കൊടുക്കുക. എന്നിട്ട് അടുത്ത ടാബിൻ്റെ അടുത്ത ബ്ലോഗ് പോസ്റ്റിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്തെടുക്കുക. ഏറ്റവും മുകളിൽ സൂര്യദാസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഞാനോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. സൂര്യദാസ് എന്നുള്ള ഹെഡിങ് ഇല്ലേ? അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഹോം പേജിലേക്ക് എത്തും. എന്ന് ഞാൻ പറഞ്ഞോളൂ ചെയ്തോ കേട്ടോ. ഇൻട്രൊഡക്ഷൻ നമ്മൾ കോപ്പി ചെയ്തെടുത്ത് കഴിഞ്ഞ് താഴോട്ട് വന്നേ. പതുക്കെ താഴോട്ട് വന്നേ. ഇൻട്രൊഡക്ഷൻ്റെ പോസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗൂഗിൾ സെർച്ച് കൺസോളിൻ്റെ പോസ്റ്റ് പ്രോബബ്ലി കാണാൻ പറ്റും. പതുക്കെ പോയാൽ മതി. പോട്ടെ കുറേ പോകണം. ഇനി എവറിത്തിങ് അബൌട്ട് ഗൂഗിൾ ആൽഗോരിതം അപ്ഡേറ്റ് ഇല്ലേ? അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലിങ്ക് അഡ്രസ്സ് കണ്ടോ?
എന്നിട്ട് വീണ്ടും ബിങ്ങിലോട്ട് വരിക, പേസ്റ്റ് കൊടുക്കുക, താഴത്തെ ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക, വീണ്ടും നമ്മൾ ബ്ലോഗിലേക്ക് വരിക, ഇനി താഴോട്ട് വരട്ടെ. അപ്പോൾ സെർച്ച് കൺസോളിൻ്റെ പോസ്റ്റ് ആയിരിക്കും മിക്കവാറും താഴോട്ട് കാണാൻ പറ്റുക. ഇവൻ ആൾക്ക് ഒരു അപ്ഡേറ്റിൻ്റെ ക്ലാസ് കിട്ടി, ഇവെല്ലാം സെറ്റ് ആയിരിക്കണം കേട്ടോ. ആണ് ഇതെല്ലാം ആഡ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോൾ എടുത്തപ്പോൾ കുറേ കീവേഡിൽ വിസിബിലിറ്റി കിട്ടിയെന്ന് പറഞ്ഞില്ലേ. 28 ക്ലിക്ക് കിട്ടിയായിരുന്നല്ലോ. അവിടെ ഓൾ എബൌട്ട്, അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ, കോപ്പി ലിങ്ക് അഡ്രസ്സ് എടുക്കുക, തിരിച്ച് ബിങ്ങി വരിക, ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇനി അതാ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷനാണ് ഉള്ളത്. അത് തന്നെ, പോയി അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കോപ്പി ലിങ്ക് അഡ്രസ്സ് കൊടുക്കുക, ഇവിടെ വരിക, പേസ്റ്റ് കൊടുക്കുക. അപ്പം ഏകദേശം എല്ലാ URLs ആയിട്ടുണ്ടാവും. ഇനി സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാ URLs നമുക്ക് കുറേ ഒരു 100ഓളം URLs ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. കുറേ URLs ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാം. ഇത് കോട്ടയുണ്ട്, ഒരു 24 മണിക്കൂറിൽ 100 URLs സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പറയുന്നുണ്ട്. താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എത്ര സബ്മിറ്റ് ചെയ്തോ, 5 URL സബ്മിറ്റ് ചെയ്തെങ്കിൽ 100 5 പോയി, ഇനി 95 സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരു കോട്ട കാണിക്കുന്നുണ്ടാവും. ഇവിടെ ആരും വരാൻ പോലും പോകുന്നില്ല. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സൈറ്റ് മാപ്സ് എന്നുള്ള സംഭവം എടുക്കുക, സൈറ്റ് മാപ്സ്. എന്നിട്ട് സൈറ്റ് മാപ്പിനകത്ത് സബ്മിറ്റ് സൈറ്റ് മാപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലോഗ് എടുത്തേ, എന്നിട്ട് ബ്ലോഗിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോയേ. അവിടെ മതി വെയിറ്റ് ചെയ്താൽ മതി. അവിടെ wordpress.com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക, URL അഡ്രസ്സിൽ wordpress.com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക, ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക, /sitemap.xml എന്നടിക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മളെ സൈറ്റ് മാപ്പ് ഓപ്പൺ ആവുന്നുണ്ടാവും. ആ URL മൊത്തം കോപ്പി ചെയ്തെടുക്കുക. യെസ്, കോപ്പി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ബിങ്ങിൽ വന്നിട്ട് സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് URL കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അവിടെ പ്രോസസ്സിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അത് പ്രോസസ്ഡ് ആകും. ഓക്കെ, അതൊന്നും നമ്മൾ ചെയ്യേണ്ട, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ബിങ്ങിനകത്ത് നമ്മൾ ബ്ലോഗ് സ്പോട്ട് ബ്ലോഗിനെയും വേർഡ്പ്രസ് ബ്ലോഗിനെയും ഒക്കെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്തത്. ഒരുപക്ഷെ നമ്മൾ ഒരു കമ്പനി ജോയിൻ ചെയ്ത് SEO ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വെബ്സൈറ്റ് ബിങ്ങിനകത്ത് വിസിബിൾ ആക്കണം, വെരിഫൈ ചെയ്യണം എന്നൊക്കെ നിർബന്ധിക്കുകയോ അങ്ങനെ ചെയ്യേണ്ടി വരികയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് വേണ്ടി എന്തായാലും ഗൂഗിൾ സെർച്ച് കൺസോൾ എടുക്കാൻ വേണ്ടി Gmail ID ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് തന്നെ ഉപയോഗിച്ച് ബിങ്ങിനകത്ത് ലോഗിൻ ചെയ്യുക. ഇതുപോലെ ആ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്താൽ മതി. ഇതിൽ വെബ്സൈറ്റ് ആണെങ്കിൽ കഴിവിൻ്റെ പരമാവധി ആ XML ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം. മെറ്റാ ടാഗ് വെച്ച് വെരിഫൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ മെറ്റാ ടാഗ് ഇവിടെ പേസ്റ്റ് ചെയ്യണം, നമ്മളുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൻ്റെ ഹെഡ് സെഷനകത്ത് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ബിങ്ങിനകത്ത് വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ്. അപ്പം ഇനി സൂര്യദാസ് സ്റ്റോപ്പ് ചെയ്തോ, എന്നിട്ട് വിഷ്ണു സ്ക്രീൻ ഷെയർ ചെയ്തോ. ലിങ്ക് കിട്ടിയില്ലേ വിഷ്ണുവിന്? ജോയിൻ ആയിരിക്കല്ലേ? ജോയിൻ ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്യോ? നമ്മളെ വാട്സപ്പിൻ്റെ ഒക്ടോബർ ഗ്രൂപ്പിനകത്ത് ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, ഇനി സ്ക്രീൻ പ്രസൻറ്റ് നൗ കൊടുത്തിട്ട് എൻ്റെ സ്ക്രീൻ കൊടുക്കുക കേട്ടോ വിഷ്ണു. എന്നിട്ട് ബ്ലോഗർ ലോഗിൻ ചെയ്യും. ബ്ലോഗർ ആദ്യം വരും. ബ്ലോഗർ ഇത് ഏതിലാണ് പോസ്റ്റ് കംപ്ലീറ്റ് ആയത്? ഗൂഗിൾ വരില്ല.
വിഷ്ണു പുതിയ ടാബ് എടുത്തിട്ട് wordpress.com എന്ന് അടിക്കും. വേർഡ്പ്രസ് ഓപ്പൺ ആക്കി വെച്ചിട്ടില്ലേ? ഇതല്ലേ നിങ്ങളുടെ ബ്ലോഗ്? ഇതിൽ കൺട്രോൾ യു അടിച്ച് വെരിഫൈ ചെയ്താന്ന് അറിഞ്ഞുകൂടാതാണ് തപ്പണ. കൺട്രോൾ യു അടിച്ച് എന്നിട്ട് കൺട്രോൾ എഫ് അടിച്ച് ഗൂഗിൾ എന്ന് അടിച്ചേ. ഗൂഗിൾ അവിടെ അടിച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഗൂഗിൾ സൈറ്റ് വെരിഫിക്കേഷൻ മറ്റേ കിടപ്പുണ്ടല്ലോ. ക്യാച്ച് ചെയ്തില്ലേ? അപ്പം ആ യു ആറിൽ കോപ്പി ചെയ്ത് ഒരിക്കൽ കൂടെ സെർച്ച് ചെയ്തേ. തൊട്ടുമ്പടുത്ത യു ആർ എടുക്കുക. അതിന് ആ ടാബ് എടുക്കുക. ആ യു ആറിൽ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി google.com എടുത്തേ. പുതിയ ടാബ് എടുക്കുക. google.com എന്ന് അടിക്കും. മുകളിലടിക്കും. മുകളിൽ google.com എൻ്റർ കൊടുക്കുക. എന്നിട്ട് അവിടെ താഴെ സെർച്ച് ബോക്സിനകത്ത് പേസ്റ്റ് ചെയ്യും. അവിടെ പേസ്റ്റ് ചെയ്യും. എൻ്റർ കൊടുത്തേ. വെയിറ്റ്. വിഷ്ണു SEO അനലിസ്റ്റ് കായംകുളത്തല്ലേ നമ്മൾ ടൈറ്റിൽ കൊടുത്തേ? അതല്ലേ നിങ്ങളുടെ ബ്ലോഗ്? അപ്പം ഇപ്പം എന്ത് ചെയ്യണമെന്നറിയോ? ആ യു ആറിൽ കളഞ്ഞിട്ട് അവിടെ വിഷ്ണു SEO അനലിസ്റ്റ് എന്ന് മാത്രം അടിച്ച്. വിഷ്ണു SEO അനലിസ്റ്റ് എന്ന് മാത്രം അടിച്ച്. വിഷ്ണു SEO അനലിസ്റ്റ് LYST എൻ്റർ കൊടുത്തേ. വെയിറ്റ് ഒന്ന് എടുത്ത് ക്ലിക്ക് ചെയ്യില്ല കേട്ടോ. ഇനി താഴോട്ട് വന്നേ. താഴെ എവിടെയെങ്കിലും ബ്ലോഗ് കിടപ്പുണ്ടോ നോക്കി. ഇതേ കിടക്കും. അതല്ലേ കായംകുളം. അപ്പം വിഷ്ണു SEO അനലിസ്റ്റ് കായംകുളം എന്നുള്ളത് നമ്മളിപ്പം ഇപ്പം എത്രാമത്തെ സ്ഥാനത്ത് കിടക്കണേ? 1 2 3 4 5 6ാമത്തെ സ്ഥാനത്താണ് അല്ലേ? അപ്പം നിങ്ങൾ 1 2 3 4 5 6ാമത്തെ സ്ഥാനത്താണ് കിടക്കണം അല്ലേ? ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടാമത്തെ പോസ്റ്റ് ഇല്ലേ, അതും എത്രയും പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണം. ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ്റെ പോസ്റ്റ്. അപ്പം വിഷ്ണുവിൻ്റെ ബ്ലോഗ് നമ്മൾ ഗൂഗിളിനകത്ത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ബിങ്ങിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യാൻ പോണേ. ആ യു ആറിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പുതിയ ടാബ് എടുത്തിട്ട് അവിടെ ഗൂഗിളിനകത്ത് ബിങ് സെർച്ച് കൺസോൾ എന്ന് സെർച്ച് ചെയ്യുക. ബിങ് സെർച്ച് കൺസോൾ എൻ്റർ കൊടുത്തേ. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ ബ്ലോഗിനെ വേർഡ്പ്രസ് ബ്ലോഗിനെ ബിങ്ങിൽ വെരിഫൈ ചെയ്യാനാണ് പോണത്. ബിങ് സെർച്ച് അത് എടുക്കുക. ഓപ്പൺ ബിങ് വെബ് മാസ്റ്റർ ടൂൾസ് ഓപ്പൺ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഗൂഗിൾ അടിക്കുക. ജിമെയിൽ ID സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ഇനി എന്താ ചെയ്യണ്ടേ? മാനുവലായിട്ട് കൊടുക്കണം. URL പേസ്റ്റ് കൊടുക്കുക. ആഡ് കൊടുക്കുക. അപ്പോൾ അവിടെ വെരിഫിക്കേഷൻ മെത്തേഡുകൾ കാണിക്കും. നമുക്കിതിൽ ഏതാ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക? മെറ്റാ ടാഗ് മെത്തേഡ്. HTML ടാഗ് മെത്തേഡ്. അത് കോപ്പി ചെയ്തെടുക്കുക. ഇനി നമ്മൾ നമ്മളെ ബ്ലോഗിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. തൊട്ടുമുമ്പിലത്തെ ടാബ് എടുത്തേ. തൊട്ടുമുമ്പിലത്തെ അതിൻ്റെ തൊട്ടുമുമ്പിലത്തെ ടാബ്, നമ്മളിപ്പോൾ നിന്ന പോസ്റ്റിൻ്റെ തൊട്ടുമുമ്പിലത്തെ ടാബ്, അങ്ങ് അറ്റത്തെ ടാബ്, ഇടത്തെ അറ്റത്തെ ടാബ്. ഓക്കെ, അതെടുത്തോ. അവിടെ ലെഫ്റ്റ് സൈഡിൽ വേർഡ്പ്രസിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്തേ. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൽ എത്തിയില്ലേ? അവിടെ ലെഫ്റ്റ് സൈഡിൽ ടൂൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. താഴോട്ട് വരുമ്പം ടൂൾസ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് ടൂൾസ്, കണക്ഷൻസ്, ട്രാഫിക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പം ഗൂഗിളിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡ് ആഡ് ചെയ്യാനുള്ള തൊട്ട് താഴെയായിട്ട് ബിങ്ങിൻ്റെ മെറ്റാ ടാഗ് ആഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് സേവ് സെറ്റിങ്സ് കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഇപ്പോൾ പഠിച്ചതല്ലേ ഉള്ളൂ. ഓക്കെ, സേവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിങ്ങിനകത്തൊന്ന് എന്ത് ചെയ്യണം? നമ്മൾ മെറ്റാ ടാഗ് ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തത് അതിൻ്റെ തൊട്ട് താഴെയുള്ള വെരിഫൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് വെരിഫൈഡ് എന്നും കൺഗ്രാജുലേഷൻ എന്നൊക്കെ എഴുതി കാണിക്കും. വെയിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മളതിൻ്റെ ഡാഷ്ബോർഡിൽ എത്തും.
ഡാഷ്ബോർഡ് എത്തിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെയ്യേണ്ടത്? URL സബ്മിഷൻ അല്ലേ? URL സബ്മിഷൻ നടുക്ക് കാണിക്കുന്നുണ്ടാവും. നടുക്കായിട്ട് URL ഇൻസ്പെക്ഷൻ എന്നാൽ ഹോമിൽ ക്ലിക്ക് ചെയ്തേ. തൊട്ട് താഴെ എന്നിട്ട് URL സബ്മിഷൻ കിടക്കുന്നുണ്ടോ? നാളെ ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് URL സബ്മിഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് URLs എന്നുള്ള ബട്ടൺ മുകളിലുണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ബ്ലോഗിലോട്ട് പോയിട്ട് ബ്ലോഗിൻ്റെ URL അഡ്രസ്സ് ആദ്യം പേസ്റ്റ് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കോപ്പി പേസ്റ്റ് ചെയ്തേ, കോപ്പി പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അത് സബ്മിറ്റ് കൊടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ സബ്മിറ്റായി. വീണ്ടും URL സബ്മിഷനിൽ സബ്മിറ്റ് URL ക്ലിക്ക് ചെയ്യുക, മുകളിൽ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ. എന്നിട്ട് വീണ്ടും ബ്ലോഗിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് അവിടെ ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം അത് ഓപ്പൺ ആകും. ഒരു പോസ്റ്റിൽ പബ്ലിഷ് ചെയ്തുള്ളൂ. അത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് അതും അതിൻ്റെ URL പേസ്റ്റ് ചെയ്യുക. ഇനി സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 URL സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിൽ സൈറ്റ് മാപ്സ് എന്ന് കിടപ്പുണ്ടാവും. സൈറ്റ് മാപ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് സൈറ്റ് മാപ്സ് എന്നുള്ള ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് തന്നെ. എന്നിട്ട് ബ്ലോഗിലേക്ക് തിരിച്ചു വരിക. അതിൻ്റെ തൊട്ടടുത്തിട്ടാവും. എന്നിട്ട് വിഷ്ണു SEO അനലിസ്റ്റ് എന്ന് കിടക്കണില്ലേ മുകളിൽ ഹെഡിങ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് wordpress.com കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടെ ക്ലിക്ക് ചെയ്യുക. /SITEMAP അവിടെ വന്നിട്ടുണ്ട്, എൻ്റർ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് ഓപ്പൺ ആയി കാണിക്കും. എപ്പോഴും സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഓപ്പൺ ആക്കി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇൻവാലിഡ് ആയിട്ടുള്ള സൈറ്റ്, ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് ആ URL കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ സബ്മിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും, പ്രോസസ്സിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേർഡ്പ്രസ് ബ്ലോഗിൻ്റെ ബിങ്ങിൽ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി വിഷ്ണുവിൻ്റെ വേർഡ്പ്രസ് ബ്ലോഗ് റെഡിയല്ല. അപ്പോൾ അത് റെഡി ആകുമ്പോഴത്തേക്ക് തന്നെ ചെയ്യുമോ? അപ്പോൾ അതിനെ ഗൂഗിളിൽ വെരിഫൈ ചെയ്യാനുണ്ട്, ബിങ്ങിൽ വെരിഫൈ ചെയ്യാനുണ്ട് തന്നെയല്ല. ഓക്കെ, ഇതൊന്ന് കുറിച്ച് വയ്ക്കാനുണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചോ. കാരണം സൂര്യദാസേ, സൂര്യ ഇനി ബാക്കി പോസ്റ്റുകൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് ബിങ്ങിന്റെ പോസ്റ്റ് നിങ്ങൾ എഴുതണം കേട്ടോ. ബിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ കൂടെ വേർഡ്പ്രസിന്റെ ബ്ലോഗിനകത്ത് എഴുതണം. അപ്പം വേർഡ്പ്രസിൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനി യോസ്റ്റ് വെച്ചുള്ള അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യോസ്റ്റിന്റെ പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങാം. മീൻവെയിൽ ഞാൻ വിഷ്ണുവിനെ മറ്റേ നമ്മൾ ആൽഗോരിതം ചേഞ്ചസിന്റെ ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ലെഫ്റ്റ് ആയിക്കോട്ടെ? ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ആവും, കുഴപ്പമില്ല. തിരക്കായിരിക്കും അവിടെ. ഇച്ചിരി പണിയുണ്ടായിരുന്നു. കുഴപ്പമില്ല. നാളെ ഓൺലൈൻ അറ്റൻഡ് ചെയ്തോട്ടെ? ചെയ്തോ. അടുത്ത ആഴ്ച മുതലേ ഓഫ്ലൈൻ വരാൻ പറ്റും. ഈ ആൽഗോരിതം അപ്ഡേറ്റിന്റെ ക്ലാസ് ഇന്ന് നാളും കൂടെ തീരെയാണെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ യോസ്റ്റിന്റെ പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങും. യോസ്റ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലേ? യോസ്റ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്താ പച്ചയാക്കണം. ഓക്കെ, അപ്പം മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്ത് തുടങ്ങാം. പോസ്റ്റ് കംപ്ലീറ്റ് ആയാലേ തുടങ്ങാൻ പറ്റൂ? പോസ്റ്റ് കംപ്ലീറ്റ് ആക്കണം, എന്നാലേ പ്രാക്ടിക്കൽ വരുള്ളൂ. അല്ലെങ്കിൽ പ്രാക്ടിക്കൽ വരില്ല. ഇന്നിരുന്ന് കംപ്ലീറ്റ് ആക്കാം രാത്രി. ശരി. ഓക്കെ, റൈറ്റ്. ബൈ. താങ്ക് യു. സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തോ?